التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. إن شاء الله الحروف الهجائية അറബി അക്ഷരമാലയിലെ മീമിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു ഹർഫാണ്. പക്ഷെ അതിൻ്റെ മഖ്റജ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ രണ്ട് ചുണ്ടും ചേർത്തുകൊണ്ടാണ് മീമിനെ നമ്മൾ ഉച്ചരിക്കേണ്ടത്. രണ്ട് ചുണ്ടും. ഫോട്ടോ ശ്രദ്ധിക്കുക. മ മി മു, മ മി മു, അം. അപ്പോൾ രണ്ട് ചുണ്ടും ചേർത്തുകൊണ്ട് നമ്മൾ മീമിനെ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ തരിമൂക്കിലൂടെ ആ മണിക്കൽ കടന്നു പോകും. അതിൻ്റെ ആ ഫോട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, മേലെ ഭാഗത്തു കൂടി. അത് ഏതവസരത്തിലും മീമിനെ നമ്മൾ ഏതവസരത്തിൽ ഉച്ചരിക്കുമ്പോഴും ശ്രദ്ധയോടു കൂടിയായാലും അല്ലെങ്കിലും അതിന് ലാസിമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു സിഫത്ത് എന്നാണ് പറയുക. ആ ഉന്നത്ത് മണിക്കൽ അത് ഉണ്ടാവും. ആ ഉന്നത്തില്ലാതെ ആ മീമിന് നിലനിൽപ്പില്ല. നൂനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. മ മി മു അം. ചില പദങ്ങൾ നമുക്ക് നോക്കാം. വിശുദ്ധ ഖുർആനിൽ മീമോട് കൂടി വന്നത് വയം നഊനൽ മാഊൻ. വയം അവിടെ സുക്കൂനോട് കൂടി വന്നു. വയം നഊനൽ മാഊൻ അവിടെ മീം ഫത്ഹോട് കൂടിയും വന്നിട്ടുണ്ട്. അതുപോലെ അലം തറ അവിടെ അലം സുക്കൂനോട് കൂടി വന്നു. അതേപോലെ തന്നെ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ അവിടെ ഫത്ഹോട് കൂടി വന്നു. കസ്റോട് കൂടി വന്നത് കാണാം. തർമീഹിം. അപ്പോൾ ഇങ്ങനെ ധാരാളം പദങ്ങൾ കാണാം. വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു ഹർഫാണ് മീം. വഅമിലു കസ്റോട് കൂടി. അപ്പോൾ മ മി മു അം ഈ നിലക്ക് ഉച്ചരിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.